വളരെ ദാരുണമായിട്ട് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും 16 പ്രതികളെ അറസ്റ്റ് ചെയ്ത് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ABVP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ഉപവാസ സമരം ഇന്നിവിടെ തുടങ്ങുകയാണ്. ഇന്ന് ഈ ഉപവാസ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സന്ദീപ് ഏട്ടനാണ്. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായിട്ട് സന്ദീപ് ഏട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലുള്ള ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രൻ, ABVP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MS അനന്തു, ABVPയുടെ സംസ്ഥാന ഭാരവാഹികൾ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഇന്ന് വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഈ വൈകിയ വേളയിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇത്തരത്തിലൊരു ഉപവാസ സമരവും നിരാഹാര സമരവും നടക്കുന്നത് നമുക്കറിയാം. നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ആ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നത് ദാരുണമായിട്ടാണ്. ആ വിദ്യാർത്ഥിയെ കൊല്ലുന്നത് ഈ കേരളത്തിലെ ഭരണപാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFIയുടെ നേതാക്കളാലാണ്. ആ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഈ വൈകിയ വേളയിലും ഇവിടെ ഈ ഉപവാസ സമരം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൊല്ലപ്പെടുന്നത് അതിദാരുണമായിട്ടാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ താലിബാൻ സംഘടന പോലെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിദാരുണമായിട്ട് പച്ചവെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് കെട്ടിത്തൂക്കി കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ചില ചെങ്കോട്ടകളായിട്ടുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത ചില കലാലയങ്ങളുണ്ട് ഈ കേരളത്തിന്റെ ഭൂമിയിൽ. ആ കേരളത്തിന്റെ കലാലയ ഭൂമികളിലേക്ക് വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള റാഗിംഗ് നടക്കുന്ന ക്യാമ്പസുകളുണ്ട്. ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അതിദാരുണമായിട്ട് കൊല്ലപ്പെടുന്ന ക്യാമ്പസുകളുണ്ട് SFIകളുടെ നരാധവന്മാരുടെ കീഴിൽ. അത്തരത്തിലുള്ള ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒപ്പം തന്നെ സിദ്ധാർത്ഥന് നീതി ലഭിക്കുന്നതുവരെ വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരങ്ങൾ വരും ദിവസങ്ങളിൽ ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട് ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രൻ, അതുപോലെ തന്നെ ABVPയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അനന്തു, ഒപ്പം തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിലവിൽ വയനാട്ടിലാണ്. അദ്ദേഹം നിലവിൽ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേരും 24 മണിക്കൂർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ഇരിക്കുകയാണ് സിദ്ധാർത്ഥിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. भारत माता की പ്രതിഷേധം 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 പ്രതിഷേധമിരമ്പുന്നേ പ്രതിഷേധമിരമ്പുന്നേ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ സോദരരെ, നിങ്ങളറിഞ്ഞോ സോദരരെ, വയനാട്ടിലെ പൂക്കോട്ടിൽ, വയനാട്ടിലെ പൂക്കോട്ടിൽ, വയനാട്ടിലെ പൂക്കോട്ടിൽ, വയനാട്ടിലെ പൂക്കോട്ടിൽ ഞങ്ങളുടെ പ്രിയനാം സോദരനെ, ഞങ്ങളുടെ പ്രിയനാം സോദരനെ തല്ലി തല്ലി കൊന്നില്ലേ, തല്ലി തല്ലി കൊന്നില്ലേ, തല്ലി തല്ലി കൊന്നില്ലേ, തല്ലി തല്ലി കൊന്നില്ലേ. SFIയുടെ തെറ്റകളെ, SFIയുടെ തെറ്റകളെ, SFIയുടെ വട്ടികളെ, SFIയുടെ വട്ടികളെ. ആണമില്ലേ നിങ്ങൾക്ക്, ആണമില്ലേ നിങ്ങൾക്ക്. പ്രതിഷേധം 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 ABVPയുടെ പ്രതിഷേധം, ABVPയുടെ പ്രതിഷേധം. പ്രതിഷേധമിരമ്പുന്നു, പ്രതിഷേധമിരമ്പുന്നു. ആളിക്കത്തിപ്പടരുന്നു, ആളിക്കത്തിപ്പടരുന്നു. അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് മാനക്കേട്, അയ്യയ്യേ ഇത് മാനക്കേട്. കേരന്തിങ്ങും കേരള നാട്ടിൽ, കേരന്തിങ്ങും കേരള നാട്ടിൽ, കേരന്തിങ്ങും കേരള നാട്ടിൽ, കേരന്തിങ്ങും കേരള നാട്ടിൽ. വയനാട്ടിലെ പൂക്കോട്ട്, വയനാട്ടിലെ പൂക്കോട്ട്, വയനാട്ടിലെ പൂക്കോട്ട്, വയനാട്ടിലെ പൂക്കോട്ട് തല്ലി തല്ലി കൊന്നില്ലേ, തല്ലി തല്ലി കൊന്നില്ലേ. കേരളമാകെ ലജ്ജിക്കുന്നു, കേരളമാകെ ലജ്ജിക്കുന്നു, കേരളമാകെ ലജ്ജിക്കുന്നു, കേരളമാകെ ലജ്ജിക്കുന്നു. പ്രതിഷേധം 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 ABVPയുടെ പ്രതിഷേധം, ABVPയുടെ പ്രതിഷേധം, പ്രതിഷേധം 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 പ്രതിഷേധം.
എബിവിപിയുടെ പ്രതിഷേധം എബിവിപിയുടെ പ്രതിഷേധം 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 എബിവിപിയുടെ പ്രതിഷേധം എബിവിപിയുടെ പ്രതിഷേധം. ഇന്ന് ഈ ഉപവാസ സമരം അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട് എബിവിപിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കല്യാണി ചന്ദ്രനെ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മുടെ സഹോദരനായിട്ടുള്ള സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരിച്ചിരിക്കുകയാണ്. നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോഴും അത് ആ മരണത്തിന് പുറകില് SFIയുടെ കറുത്ത കരങ്ങളാണെന്നുള്ള വ്യക്തമായ ധാരണയും നമുക്കുണ്ട്. എന്നാൽ അവർക്കെതിരെ കൃത്യമായ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ സർക്കാരിനോ പോലീസിനോ സാധിച്ചിട്ടില്ല. എല്ലാ തരത്തിലും ആ ക്യാമ്പസിലെ SFI ആണ് ആ വിദ്യാർത്ഥിയുടെ മരണത്തിന് പുറകിലെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് പോലും ആ പ്രതികളെ അവർ കൃത്യമായ രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും തയ്യാറാവാത്ത നമ്മുടെ പോലീസാണ് നമ്മുടെ മുൻപിലുള്ളത്. അത്തരത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് ഈ കാലഘട്ടത്തില് നമ്മുടെ കലാലയങ്ങളിൽ ധൈര്യമായി കയറിപ്പോയി പഠിക്കുവാൻ പോലും സാധിക്കാത്ത ഈ സമയത്ത് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് എബിവിപിയുടെ വിദ്യാർത്ഥികള് എന്നും തന്നെ മുൻപിലുണ്ടാവും. നമ്മുടെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നിന്ന് പഠിക്കുവാൻ പോയ ആ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട്, ആ വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടിയിട്ട് എബിവിപി 24 മണിക്കൂർ ഉപവാസം ഇവിടെ നടത്തുകയാണ്. ആ വിദ്യാർത്ഥിക്ക് കൃത്യമായ നീതി ലഭിക്കുന്നതുവരെ എബിവിപി എല്ലാ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഇനി ഉപവാസ സമരം അനുഷ്ഠിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി MS അറന്തുവാണ്. അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായിട്ട് ജില്ലാ സെക്രട്ടറി ക്ഷണിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, കഴിഞ്ഞ ദിവസം വയനാട്ടിലെ പൂക്കോട്ടിൽ വെച്ചുണ്ടായ ദാരുണമായ സംഭവം, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുന്നേ വയനാട്ടിലെ പൂക്കോട്ട് നമ്മുടെ സഹോദരനായ സിദ്ധാർത്ഥിന് നേരെയുണ്ടായ വധശ്രമവും അതിനുശേഷം വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിനെ അവിടുത്തെ ടോയ്ലറ്റിൽ കെട്ടിത്തൂങ്ങിയ അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടുത്തെ മാതാപിതാക്കൾ, അവരുടെ വീട്ടിലെ മാതാപിതാക്കൾ വിചാരിച്ചത് അതൊരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ഘട്ടങ്ങളിൽ അവർക്ക് വന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ വികാസത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം വന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഞെട്ടിക്കുന്ന വാർത്ത കേരളമൊട്ടാകെ അറിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 13 ദിവസമായിട്ട് ഏകദേശം 18 പേർ ചേർന്ന് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മറ്റുള്ള ഏതെങ്കിലും സംസ്ഥാനത്താണ് നടന്നിരുന്നുവെങ്കിൽ ഇവിടെ പന്തം കൊളുത്തി പ്രകടനവും ഇവിടുത്തെ രാഷ്ട്രീയ അടിമത്വവും അല്ലെങ്കിൽ തിമിരത്വവും പ്രാപിച്ച സംസ്ഥാന ഒരു യുവജന പാർട്ടിയുണ്ട് ഇവിടെ. പക്ഷെ അവരെയൊന്നും നമ്മൾ ഇവിടെ കണ്ടില്ല. കാരണം കെട്ടിത്തൂക്കിയത് അവർ തന്നെയാണ്, കൊണ്ടുപോയി കൊല്ലിച്ചതും അവർ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുകയുണ്ടായി, നമ്മൾ ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കും. എവിടെയാണ് നടപടി ഉണ്ടായത്? അവർ പല്ലിളിച്ച് കാണിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥിന്റെ അമ്മയ്ക്കും അച്ഛനും നേരെ. കാരണം കഴിഞ്ഞ ദിവസം ഏകദേശം 13-ാം ദിവസമായപ്പോഴും ഏകദേശം 10ഓളം പ്രതികൾ വെളിയിലാണ്. വെറും വിദ്യാർത്ഥികളായവർ എങ്ങനെയാണ് വെളിയിലാവുന്നത്? ഈ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഒളിവിൽ കഴിയുന്നത്? അത്രയ്ക്ക് കഴിവുകെട്ട ഒരു ആഭ്യന്തരമായി മാറിയോ എന്നാണ് എബിവിപിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയും കഴിവുകെട്ട ഒരു ആഭ്യന്തരമന്ത്രിയും ഇത്രയും കഴിവുകെട്ട ഒരു പോലീസും അതിനെല്ലാം ഒത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഉള്ളപ്പോൾ എങ്ങനെ വിദ്യാർത്ഥികൾ ഈ നാടിൽ നിന്ന് ഒളിച്ചോടാതിരിക്കും? ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ നാട് വിട്ടു പോകാതിരിക്കും? അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഭയക്കേണ്ടത്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 3 ദിവസമായിട്ട് ജലപാനം പോലും ചെയ്യുന്നില്ല എന്നാണ്. സിദ്ധാർത്ഥൻ മരിച്ചത് 3 ദിവസം ജലപാനമില്ലാതെ
നരകിച്ച് കെട്ടിത്തൂക്കിയാണ് കൊന്നത്. കെട്ടിത്തൂക്കി SFIയുടെ കാപാലികന്മാർ കെട്ടിത്തൂക്കിയാണ് കൊന്നതെന്ന് പറയാം. അപ്പോൾ 3 ദിവസം ജലപാനമില്ലാതെ കിടക്കുന്നത് എന്ത് നീതിയാണ്? അല്ലെങ്കിൽ ജലം പോലും കൊടുക്കാൻ നിഷേധിക്കുന്നത് എവിടത്തെ സ്വാതന്ത്ര്യമാണ്? അല്ലെങ്കിൽ ജനാധിപത്യമാണ്, സോഷ്യലിസമാണെന്നാണ് ABVPക്ക് ചോദിക്കാനുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദൂരെയൊന്നും പോകണ്ട, ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറം പോയാൽ മതി. SFIയുടെ ഇവിടത്തെ ഏറ്റവും വലിയ കോമരങ്ങൾ പഠിക്കുന്ന ഒരു കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയും. ആ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു 5 വർഷം മുമ്പേ നടന്നത് എന്താണ്? ഇവിടുത്തെ വിദ്യാർത്ഥികൾ, അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിക്ക്, അതായത് SFI യൂണിറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ തന്നെ കത്തിക്കുത്തും അല്ലെങ്കിൽ സ്വന്തം നെഞ്ചിലേക്ക് കത്തിക്കുത്തി ഇറക്കുന്ന ഒരവസ്ഥയാണ് അന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായത്. അവിടുത്തെ ഹോസ്റ്റൽ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ആയുധപ്പുര എന്ന് തന്നെ പറയാവുന്നതാണ് ഹോസ്റ്റൽ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ അവിടുത്തെ വെളിയിൽ നിന്ന് വന്ന SFIയുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറിക്കടക്കം അവിടുത്തെ ഈ ഹോസ്റ്റലിൽ നിന്ന് മുണ്ടുമൂടി ഇറങ്ങി ഓടേണ്ട അവസ്ഥയുണ്ടായ ഒരു ഹോസ്റ്റലാണ് ഇവിടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുള്ളത്. അപ്പോൾ ഇതൊരു ഏകപക്ഷീയ കാര്യമല്ല, ഒരു ഏകപക്ഷീയമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവ വികാസമല്ല. ഇത് ഈ SFI ഭരിക്കുന്ന SFI തീരെഴുതി വാങ്ങിച്ച ഓരോ ക്യാമ്പസിലും ഓരോ ഹോസ്റ്റലിലും നടക്കുന്നതാണ്. അവിടെ ആൾക്കൂട്ട വിചാരണകൾ നടത്തും, അവിടെ തെമ്മാടിത്തം നടത്തും. അതെല്ലാം ചോദിക്കാൻ ആരും വരണ്ട എന്നുള്ള രാഷ്ട്രീയം അവർക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത് 8 മടക്കി പോക്കറ്റിൽ വെക്കാനാണ് ABVP പറയുന്നത്. ഈ പറയുന്ന കോളേജിലേക്കും ഈ പറയുന്ന ക്യാമ്പസിലേക്കും ഈ പറയുന്ന ഹോസ്റ്റലിലേക്കും ABVP ആ കോട്ടമതിലുകൾ ചവിട്ടി തുറന്ന് തന്നെ വെമ്മിലോട്ട് കയറും. കോട്ടമതിലുകൾ തകർത്തെറിഞ്ഞ് തന്നെ ABVP അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങും. അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവിടുത്തെ SFIക്കാർക്ക് എന്താണ് ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നും മനസ്സിലാക്കി കൊടുക്കാൻ ABVP ഉണ്ട്. അപ്പോൾ ഈ സമരം ഒരു തുടക്കം മാത്രമാണ്. ഇന്ന് ഈ രാത്രിയിൽ സിദ്ധാർത്ഥന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ തെരുവിലേക്ക് ഇറങ്ങിയ എല്ലാവർക്കും, ഇത് തെരുവിലേക്ക് ഇറങ്ങിയ സിദ്ധാർത്ഥന്റെ ജീവന് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന് മോക്ഷം കിട്ടണമെന്നും അല്ലെങ്കിൽ ആത്മാവിന് ശാന്തി ലഭിക്കണമെന്നും അവന്റെ മരണം നീതിയുക്തമായിട്ട് പോലീസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഡീനുണ്ട്, നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലെ ഡീനുണ്ട്. ആ ഡീനിന്റെ ഒറ്റ വാശിയുടെ പുറത്താണ് ഇത്രയും നാള് ആ കേസ് വെളിയിൽ വരാതെ വന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പുറത്താണ് ഇത്രയും നാളും കേസ് വെളിയിൽ വരാതിരുന്നത്. കാരണം ഡീനടക്കം അവിടുത്തെ SFIയുടെ നേതാവടക്കം ഇവിടത്തെ വിദ്യാർത്ഥികളെ ഇരുന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. വെളിയിൽ പറഞ്ഞാൽ കൊന്നുകളയും. കാരണം അവരുടെ മുമ്പിൽ, മറ്റുള്ള വിദ്യാർത്ഥികളുടെ മുന്നിൽ സിദ്ധാർത്ഥനെ കൊന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കൊന്നുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ എന്ത് ധൈര്യത്തിന്റെ പുറത്ത് വേണം അവരിനി ഇത് പുറത്ത് പറയാൻ? അപ്പോൾ നമ്മൾ ഈ സിദ്ധാർത്ഥന്റെ നീതിക്ക് വേണ്ടി ഏതറ്റവും വരെയും പോവാൻ ABVP തയ്യാറാണ്. ഇനിയും ഈ തെരുവുകളിൽ കലുഷിതമായി മാറുന്നതാണ് ഇനി കാണാൻ പോകുന്നത്. നാളത്തെ ദിവസങ്ങൾ ABVP ഈ തെരുവിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തും. ഈ അണിനിരത്തുന്ന തെരുവുകൾ മാറി ഇവിടുത്തെ മന്ത്രി ഓഫീസുകളിലേക്കാവും. ആ മന്ത്രി ഓഫീസുകൾ മാറിയിട്ട് നമ്മുടെ മന്ത്രിമാരുടെ ഭവനത്തിലേക്കാവും. അതൊന്നും തടയാൻ ഒരു മന്ത്രിമാർക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ABVP ഇവിടെ ആ സമരം ആരംഭിക്കുകയാണ്. 24 മണിക്കൂർ ഉപവാസ സമരമാണ്, നിരാഹാര സമരമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുകയാണ്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇനി ഉപവാസ സമരത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും സിദ്ധാർത്ഥിനെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ള മൺചിരാതിൽ വിളക്ക് തെളിയിക്കാനായി ക്ഷണിക്കുന്നു.
ഇന്ന് ഈ ഉപവാസ സമരത്തിൽ നമ്മോടൊപ്പം ABVPയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തനവുമായിട്ടുള്ള GM മഹേഷ് ചേട്ടനുണ്ട്. ഈ ഉപവാസ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായിട്ട് മഹേഷ് ചേട്ടനെ ക്ഷണിച്ചോളുന്നു. സ്നേഹനിധികളായ സഹപ്രവർത്തകരെ വിനീത നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സാധാരണക്കാരുടെ മനസ്സിന്റെ വിങ്ങിപ്പൊട്ടുന്ന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള കാരണം കേരള ചരിത്രത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ സമാനതകളില്ലാത്ത കൊലപാതകത്തിനാണ് ഈ കേരളം സാക്ഷ്യം വഹിച്ചത്. സിദ്ധാർത്ഥ് എന്ന് പറയുന്ന 20 വയസ്സുള്ള വിദ്യാർത്ഥിയെ ഇന്നേ വരെ കേരളം കാണാത്ത രീതിയിൽ അതിക്രൂരവും പൈശാചികവുമായ രീതിയിൽ തുടർച്ചയായി ദിവസങ്ങൾ എടുത്തുകൊണ്ട് മാനസികവും ശാരീരികവുമായ രീതിയിൽ പീഡിപ്പിച്ച് ഒടുവിൽ കൊന്ന് കെട്ടിത്തൂക്കിയ സാഹചര്യം. ഇന്ന് വിദ്യാർത്ഥി പരിഷത്ത് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമരം, ഉപവാസ സമരം സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ ഈ ഒറ്റ കാര്യം തന്നെയാണ്. സിദ്ധാർത്ഥിന്റെ ചിത്രത്തിന് മുമ്പിൽ ഇങ്ങനെ കത്തിയെരിയുന്ന 16 ചിരാതുകളുണ്ട്. ഈ 16 ചിരാതുകൾ സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയ നരാധമന്മാരായ 16 പ്രതികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഈ 16 കൊലപാതകളിലായിട്ടുള്ള SFI നരാധമന്മാരെ ഇതുപോലെ കേരളത്തിലെ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഇതുപോലെ ആ 16 നരാധമന്മാരും കത്തിയമരണം എന്നാണ്. ഇനി ഒരിക്കലും ഒരു അമ്മയ്ക്കും, ഇനി ഒരിക്കലും ഒരു അച്ഛനും, ഇനി ഒരിക്കലും കേരളീയ പൊതുസമൂഹത്തിന് ഇതുപോലൊരു വിപത്ത്, ആപത്ത് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകരുത്. കഴിഞ്ഞ 8 വർഷമായി തുടർന്നു നിൽക്കുന്ന കേരളത്തിന്റെ ഭരണം അനാഥത്വം ഉണ്ടാക്കുന്ന ഭരണം, നാഥനില്ലാത്ത ഭരണം, സാംസ്കാരിക കേരളത്തിന് അപമാനമുണ്ടാക്കുന്ന ഭരണം. ഇത് വിദ്യാർത്ഥികൾക്ക്, തുടർച്ചയായി വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന അക്രമം, അരാജകത്വം, അറുംകൊലകൾ ഒരു തുടർച്ചയായി കൊണ്ടിരിക്കുന്നു ഇന്ന് കേരളത്തിൽ. ഇത് സാംസ്കാരിക കേരളം, പ്രബുദ്ധ കേരളം എന്നെല്ലാം അവകാശപ്പെടുമ്പോൾ കേരളം നമ്പർ 1 ആണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും പറയുമ്പോൾ
എന്തിന്റെ പേരിലാണ് കേരളം നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് കുഴിമാടം ഉണ്ടാക്കുന്നതിലാണോ? അതോ അധ്യാപികയുടെ മടിക്കുത്തു കയറി പിടിക്കുന്നതിലാണോ? അതോ കൂടെ പഠിക്കുന്ന സഹപാഠിയെ ഇന്നലെ വരെ ഇൻകുലാബ് സിന്ദാബാദ് എന്നും സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്ന് 1ാം വർഷത്തിൽ പഠിച്ച വിദ്യാർത്ഥി 2ാം വർഷം അങ്ങനെ വിളിക്കാൻ മടിച്ചതിന്റെ പേരിലാണോ ഈ SFIക്കാർ സിദ്ധാർത്ഥിനെ കൊന്നത്? ഇത് ചരിത്രം ആവർത്തിക്കുകയാണ്. 51 എന്ന അക്ഷരം കേൾക്കുമ്പോൾ, 51 എന്ന വാചകം കേൾക്കുമ്പോൾ മലയാളിക്ക് ഓർമ്മ വന്നിരുന്നത് ഒരു കാലഘട്ടത്തിൽ 51 അക്ഷരമാണ്. പക്ഷെ കഴിഞ്ഞ 8-10 വർഷക്കാലമായി കേരളത്തിലെ സാധാരണക്കാരന് 51 എന്ന വാക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് TP ചന്ദ്രശേഖരനെ വെട്ടി നുറുക്കിക്കൊന്ന 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്തതാണ്. അതുപോലെ ഇന്നലെ വരെ അവരോടൊപ്പം ചേർന്ന് നിന്ന TP ചന്ദ്രശേഖരൻ കുറച്ചു കഴിഞ്ഞപ്പോൾ അവരോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് 51 വെട്ടുവെട്ടി ഇല്ലായ്മ ചെയ്ത TP ചന്ദ്രശേഖരന്റെ ചരിത്രം അതായിരുന്നു സിദ്ധാർത്ഥിലൂടെ ഇവർ പുനരാവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥി പരിഷത്തിന് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. കേരളത്തിൽ ഈ ഭരണം തുടർച്ചയായി നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിന്റെ സർക്കാരാണ് ഈ ഭരണം നേതൃത്വം നടക്കുന്നതെങ്കിൽ, ഈ പോലീസിന്റെ അന്വേഷണമാണ് നടക്കുന്നത് എങ്കിൽ ഒരർത്ഥത്തിലും സിദ്ധാർത്ഥിന് നീതി ലഭിക്കില്ല. കാരണം അവിടുത്തെ DYSP പിറ്റേ ദിവസം തന്നെ പത്രക്കാരോട് പറഞ്ഞത് നമുക്കറിയാം, ഇതിൽ SFIയുടെ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ് എന്ന്. ഇന്നും SFIയുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹികൾ പത്രസമ്മേളനത്തിലും മാധ്യമ പ്രവർത്തകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ഇതിന് SFIയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. നാളിതുവരെ അഭിമന്യുവിന്റെ വിഷയമാവട്ടെ, ധീരതിന്റെ വിഷയമാവട്ടെ, നാളിതുവരെ കേരള ചരിത്രത്തിൽ SFI നടത്തിയ കൊലപാതക പരമ്പരകളിലൊന്നും SFI ആദ്യ സമയത്ത് ഇതിന് SFIയുമായി ബന്ധമില്ല എന്ന് നിരസിച്ചിട്ടേ ഉള്ളൂ. അത് ഈ 51 വെട്ടുവെട്ടി മരണപ്പെട്ട TP ചന്ദ്രശേഖരൻ വരെയുള്ള SFI ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സമീപനം അതാണ്. ഇതേ സമീപനം തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കാര്യത്തിലും നടത്തിയിട്ടുള്ളത്. വളരെ ആസൂത്രിതമായി സിദ്ധാർത്ഥിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് കൊന്നതാണ് എന്ന് കേരളത്തിലെ സാധാരണക്കാരനറിയാം. അപ്പോഴും SFI ഇല്ല എന്ന് നുണപ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ ശ്രമം വകപ്പോകില്ല. കാരണം ഇന്ന് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിനോടൊപ്പം കേരളീയ പൊതുസമൂഹം ചേർന്നുകൊണ്ട് ചിന്തിക്കുന്ന സാഹചര്യം സംജാതമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേരളീയ പൊതുസമൂഹം ഇത് ചിന്തിക്കും, ഇത് ചർച്ച ചെയ്യും. ഇതിൽ SFIക്കാർ കുടുങ്ങും. ഇല്ലാത്ത പക്ഷം തെരുവിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർ SFIക്കാരെ നേരിടാൻ പൊതുവീതിയിൽ ഇറങ്ങുമെന്ന പ്രഖ്യാപനമാണ് ഈ രാത്രിയിൽ നടത്തുന്ന ഉപവാസം ABVP കേരളീയ പൊതുസമൂഹത്തിനോട് പറയുന്നത്. അതുകൊണ്ട് വരും നാളുകൾ SFI നരാധവന്മാരുടെ അക്രമവും അരാജകത്വവും അവസാനിപ്പിച്ചില്ല. നിങ്ങളെ തെരുവിൽ നേരിടാൻ ഞങ്ങൾക്ക് ഇച്ഛാശക്തിയുണ്ട്, കായിക ശക്തിയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു. വന്ദേ മാതരം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ സോദരരെ, ഏരന്തിങ്ങൻ കേരള നാട്ട്, വയനാട്ടിലെ പൂക്കോട്ട്, ഞങ്ങളുടെ പ്രിയനാം സോദരന്, തല്ലി കൊന്നില്ലേ, അയ്യയ്യേ ഇത് നാണക്കേട്, അയ്യയ്യേ ഇത് മാനക്കേട്. പ്രതിഷേധം ABVPയുടെ പ്രതിഷേധം. ഇന്നീ സമരം സൂചന മാത്രം, സൂചന
കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും SFIയുടെ തെറ്റുകളെ പരനാറികളെ അന്തയില്ല കഴിവേറികളെ ഇന്നീ സമരം സൂചന മാത്രം നിങ്ങൾക്കായി സൂചന മാത്രം പ്രതിഷേധം എബിവിപിയുടെ പ്രതിഷേധം വയനാട്ടിലെ പൂക്കോട്ട് ഞങ്ങളുടെ പ്രിയനാം സോദരനെ തല്ലിക്കൊന്നില്ലേ ഇത് നാണക്കേട് ഇത് മാനക്കേട് റായി പരനാറി എന്തിനു വേണ്ടി നാറിയ ഭരണം കെട്ടിത്തൂങ്ങി ചത്തൂടെ കേരളമാകെ ലജ്ജിക്കുന്നു അയ്യയ്യേ ഇത് നാണക്കേട് ഇത് മാനക്കേട് പ്രതിഷേധം എബിവിപിയുടെ പ്രതിഷേധം വയനാട്ടിലെ പൂക്കോട്ട് ഞങ്ങളുടെ പ്രിയനാം സോദരനെ തല്ലിക്കൊന്നില്ലേ പ്രതിഷേധം എബിവിപിയുടെ പ്രതിഷേധം നീ സമരം സൂചന മാത്രം സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും SFIയുടെ പട്ടികളെ പരനാറികളെ നിങ്ങൾക്കായി സൂചന മാത്രം പ്രതിഷേധം എബിവിപിയുടെ പ്രതിഷേധം നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ സോദരരെ വയനാട്ടിലെ പൂക്കോട്ട് SFIയുടെ രക്ഷകൾ ചേർന്ന് പാവപ്പെട്ട വിദ്യാർത്ഥിയെ തല്ലി കൊന്നേ പ്രതിഷേധം എബിവിപിയുടെ പ്രതിഷേധം ABVP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഉപവാസ സമരം അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായിട്ട് ABVPയുടെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ശിവജിയുണ്ട്. ശിവജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ വയനാട്ടിൽ പൂക്കോട്ടിൽ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥ എന്ന നമ്മുടെ സഹപാഠി ക്രൂരമർദ്ദനത്തിനിരയായി മരണപ്പെട്ടിരിക്കുകയാണ്. SFI എന്ന കേരള ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന CPM എന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ആ കോളേജിലെ തന്നെ അവരുടെ സഹപാഠിയെ 3 ദിവസത്തോളം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയിട്ട് 10-13 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഒരു സാംസ്കാരിക നായകർക്കും ഒരു ഇടതുപക്ഷത്തിന്റെ ഭൗതിക മുഖങ്ങൾക്കും പ്രതികരിക്കുകയോ ഈ നാട്ടിലെ യാതൊരുവിധ ക്രമസമാധാന നിലയോ യാതൊരുവിധ പ്രശ്നങ്ങളോ അനുഭവപ്പെട്ടതായിട്ട് കാണുന്നില്ല. പണ്ടൊക്കെ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ. അങ്ങ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും താലിബാനും അൽഖ്വയ്ദയും ISIS ഒക്കെ പട്ടിണിക്കിട്ടും ചെറിയ ചെറിയ കാരണങ്ങൾക്ക് ആളുകളെ വിചാരണ ചെയ്ത് കൊല്ലുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ
കേരളത്തില് ഇന്ന് താലിബാന്റെ കുറവ് പരിഹരിക്കുകയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന. കേരളത്തിലെ SFIക്ക് എതിരായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്കാണ് ABVP അടുത്തത് കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ദിവസത്തെ 24 മണിക്കൂറിന്റെ സത്യാഗ്രഹ സമരമാണ് ABVP. തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ പൂർവ്വകാലത്തെ ചരിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏത് കേസാണ് SFI ഏതൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അത്രയും വരെ കിടത്തി അല്ലെങ്കിൽ അട്ടിമറി ചെയ്യാത്തത്. അപ്പോൾ ഇത് കൃത്യമായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ 13 ദിവസമായിട്ടും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ജില്ലാ കമ്മിറ്റി തരുന്ന പ്രതിലിസ്റ്റാണ് ഇനി ഇവിടുത്തെ പോലീസുകാർ വായിക്കാൻ പോകുന്നതെങ്കിൽ അതിനി ഒരിക്കലും നടക്കാൻ പറ്റില്ല. SFIയുടെ തെമ്മാടിത്തരം മാത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നതെങ്കിൽ അത് ഒരിക്കലും ABVP സമ്മതിക്കില്ല. CBIയുടെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ABVPയുടെ അവകാശവാദം. ഇനി ആവശ്യവും അത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെ ABVP മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇനി ABVP ശക്തമായൊരു സമരമുറിയിലേക്ക് ശക്തമായൊരു സമരത്തിലേക്കാണ് സെക്രട്ടറി ശ്രീ EU ഈശ്വർ പ്രസാദ് എത്തിയിട്ടുണ്ട്. ഈ ഉപവാസ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിലേക്കായി ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സന്ദീപ് ഏട്ടനെ ക്ഷണിച്ചോളുന്നു. ഉപവാസ സമരത്തിൽ 2 വാക്ക് സംസാരിക്കുന്നതിലേക്കായി സംസ്ഥാന സെക്രട്ടറി EU ഈശ്വർ ഏട്ടനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കറിയാം ഈ വൈകിയ വേളയിലും നമ്മളിവിടെ ഉറങ്ങാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ ജീവിക്കേണ്ട സിദ്ധാർത്ഥിന് വേണ്ടിയിട്ടാണ്. ആ സിദ്ധാർത്ഥ് SFIയുടെ ഗുണ്ടകളാൽ, യൂണിറ്റ് സെക്രട്ടറിയും ചെയർമാനും ഉൾപ്പെടെയുള്ള ഗുണ്ടകളാൽ 3 ദിവസം ആക്രമിക്കപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വൈര്യവിഹാരം നടത്തി ആ ക്യാമ്പസിനകത്ത് നടക്കുന്ന സമയത്തും അവിടുത്തെ ഡീൻ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആ സമയത്താണ് നമ്മൾ ഈ നിരാഹാര സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത്രയും പൈശാചികമായിട്ട് ഒരു വിദ്യാർത്ഥിയെ ക്യാമ്പസിനുള്ളിൽ ഇട്ടിട്ട് കൊന്നു കഴിഞ്ഞിട്ടും ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഒരു വാക്ക് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ക്ലിഫ് ഹൗസ് പുതുക്കിപ്പണിയെ കുറിച്ചിട്ടും മാത്രമാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അത്തരത്തിൽ ഈ വിദ്യാർത്ഥി സമൂഹത്തെ കണ്ടില്ലെന്നടിച്ചുകൊണ്ട്, തീർത്തും ഈ ഒരു കൊലപാതകത്തെ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി മരിച്ച സമയത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലറായിട്ടുള്ള ചിഞ്ചൂറാണി എന്ന് പറയുന്ന ആ മന്ത്രി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത സമയത്ത് നമ്മളല്ലാതെ വേറെ ആര് ഈ നീതിക്ക് വേണ്ടി പോരാടും എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സമരം അതിന്റെ പൂർണ്ണതയിലെത്തുന്നവരെ ഈ ഡീനിനെ ഈ 3 ദിവസം അവിടുത്തെ ഹോസ്റ്റൽ വാർഡനാണെന്ന് പറയുന്ന 3 ദിവസം ഇത് കണ്ടിട്ട് ഒരു നടപടിയും എടുക്കാത്ത ആ ഡീനിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യുന്നതുവരെ നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം നമുക്കറിയാം, ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ കേസിന് ഒരു രാഷ്ട്രീയത്തിന്റെ നിറമുണ്ട്. അത് SFIയുടെ ചുവപ്പൻ കാടത്തത്തിന്റെ നിറമാണ് എന്ന് പൊതുജനം ഒന്നടങ്കം പറയുന്ന സമയത്ത് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പോലീസ് പറയുകയാണ് ഇതിനൊരു നിറം കൊടുക്കേണ്ടതില്ല എന്ന്. അത്തരത്തിൽ SFIയെ സംരക്ഷിക്കുന്ന, SFIയുടെ സഖാക്കളെ സംരക്ഷിക്കുന്ന പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഇതുവരെയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പോലീസിന് നമുക്ക് വിശ്വാസമില്ല. നമുക്കറിയാം, നമ്മുടെ പരിഗണനയിൽ വേണ്ടമാർ മരിച്ചു വീണ സമയത്തും കോടതി വിധി പറഞ്ഞ സമയത്ത് പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
ആ ഒരു കാര്യം നമ്മൾ ഓർത്താൽ മതി. അത് തന്നെയാണ് ഈ സിദ്ധാർത്ഥിന്റെ കാര്യത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പോലീസ് കൃത്യമായി അന്വേഷിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് CBI-യോ ജുഡീഷ്യറിയോ നേരിട്ട് അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഇതിന്റെ അന്വേഷണം സമഗ്രമായി നടക്കണം എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യം. മറ്റൊന്ന്, എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതുവരെ ABVP സമരവുമായിട്ട് മുന്നിൽ തന്നെ ഉണ്ടാകും. ഈ അമ്മയ്ക്കും അച്ഛനും നീതി കൊടുക്കുന്നതുവരെ. നമ്മൾ ആ വീട്ടിൽ പോയ സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞ ഒരു കാര്യം ഒന്ന് മാത്രമാണ്, ആ ഡീൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ക്യാമ്പസിൽ ഡീനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി തന്റെ ക്യാമ്പസിൽ മരിച്ചു കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആ ഡീന് ധൈര്യമില്ല. ഒരു PGI വിദ്യാർത്ഥിയെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കുന്നു. അത്തരത്തിൽ നെറികെട്ട രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്ന ആ ഡീനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ, ആ ഡീൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നവരെ ഈ സമരത്തിന്റെ ഏതറ്റം വരെ പോകാൻ വേണ്ടിയിട്ട് ABP തയ്യാറാകും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.